നമ്മുടെയൊക്കെ ലൈഫിൽ ചില സമയത്ത് ദൈവമായിട്ട് തന്നെ ചില സിറ്റുവേഷൻസ് ഉണ്ടാക്കി തരും. നമ്മുടെ കൂടെയുള്ള ആളുകളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ചില സിറ്റുവേഷൻസ്. ആൻഡ് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആരുടെയും സപ്പോർട്ട് ഇല്ലാണ്ട് തനിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ കൂടെ ഫ്രണ്ട്സ് എന്നും അതുപോലെ നമ്മുടെ അടുപ്പക്കാരെന്നും ഒക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ സിറ്റുവേഷനെ ബ്ലെയിം ചെയ്യാൻ നിൽക്കരുത്. കാരണം അത്രയും നേരത്തെ നിങ്ങൾ പലരുടെയും ക്യാരക്ടർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. നമ്മളൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ തന്നെ പോയി ചാടിയിട്ട് കൈയും കാലിട്ട് അടിച്ച് എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ഈ റിയലൈസേഷൻ വന്നിട്ടും ചില ആളുകളെ ലൈഫിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള തനിയെ നിൽക്കേണ്ട സിറ്റുവേഷൻസ് വന്നാലേ നമുക്ക് പലരെയും മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ. ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഹാപ്പിനെസ് വരുമ്പോൾ കൂടെ ചിരിക്കാനും നമുക്ക് പൈസ ഉള്ളപ്പം നമ്മുടെ കൂടെ വന്ന് തിന്നാനും ഒക്കെ ഉള്ളത് മാത്രമല്ല, നമ്മളൊന്ന് വീണ് കിടക്കുമ്പം അറ്റ്ലീസ്റ്റ് നീ ഒന്ന് എണീക്കാൻ ശ്രമിക്കടാ എന്നെങ്കിലും പറയാൻ ക്വാളിറ്റി ഉള്ള ഫ്രണ്ട്ഷിപ്സും റിലേഷൻസും ഒക്കെ നമ്മൾ ലൈഫിൽ നിർത്താവുള്ളൂ. ഇപ്പം പലർക്കും മനസ്സിലായി കാണും, പണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് എന്റെ ലൈഫിലെ പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന പല പേഴ്സൺസിനും ഞാനിപ്പോ ഒരു ഹായ് മെസ്സേജോ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാറ്റസിന് ലൈക്ക് പോലും ചെയ്യാത്ത എന്തുകൊണ്ടായിരിക്കുന്നു. കാരണം ഫ്രം ദ വെരി നെക്സ്റ്റ് ഡേ തൊട്ട് ആ പേഴ്സൺസ് എന്റെ ലൈഫിൽ ആരും അല്ലാണ്ടായിരിക്കുന്നു. ഈവൻ ഇഫ് ദേ ഡൈ, ഐ ഡോണ്ട് കെയർ ബ്രോ.